നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ 1.5 കോടിയുടെ പദ്ധതി. വിദ്യാലയ ചുമരുകളിൽ വർണ്ണവിസ്മയം തീർത്ത് ആക്രിക്കട കൂട്ടായ്മ. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി കയ്പമംഗലം കാക്കാത്തിരുത്തി കടവിലെ ബോട്ട് ജെട്ടി നിർമ്മാണം എങ്ങുമെത്തിയില്ല. നിർമ്മാണ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിച്ച നിലയിൽ. വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് സ്വകാര്യ വ്യക്തി സംഭാവന ചെയ്ത സ്ഥലത്ത് 1.5 കോടി ചെലവഴിച്ച് ത്രിവത്സര പദ്ധതിയായി റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങുവാൻ വികസന സെമിനാറിൽ അംഗീകാരം നൽകി. പാർപ്പിടം, ആരോഗ്യം, കുടിവെള്ളം, ശുചിത്വം, കൃഷി എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്കായി 7,25 ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾക്ക് സെമിനാറിൽ അംഗീകാരം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സേവ്യർ പുലിക്കോട്ടിൽ, IN സുധീഷ്, ഷീബ അജയകൃഷ്ണൻ, പി വിനു, PK മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PI സജിത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാമില സലീം, MS ഭാസ്കരൻ, ഷോല മഹേഷ്, ഇർഷാദ് KB സുധ, TP സോമൻ, അജ്മൽ ഷെരീഫ്, താര ബാബു, രാജിഷ ശിവജി, ഹസീന താജു, ഷൈന മുഹമ്മദ്, സന്തോഷ് കുമാർ കേരാച്ചൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K ദിലീപ് കുമാർ, സെക്രട്ടറി BS രജികുമാർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ബ്ലോക്ക് പരിധിക്കുള്ളിൽ വികസന പദ്ധതികളായും സാധാരണക്കാരായ മനുഷ്യർക്ക് ക്ഷേമ പദ്ധതികളായും നടപ്പാക്കി വരുന്ന അല്ലെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ കുറിച്ചുള്ള ഒരു വിശദീകരണവും അത് എത്ര രീതിയിലാണ് നടപ്പാൻ ഉദ്ദേശിക്കുന്നത്, അതിന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഫണ്ട് വിഹിതവുമെല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഇത് നടപ്പിലാക്കി വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ബ്ലോക്കിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കാൻ സാധിക്കുന്ന ക്ഷേമ വികസന പദ്ധതികളെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു വിശദീകരണവും അവലോകനവുമാണ് ഇവിടെ നടക്കുന്നത്. വിദ്യാലയ ചുമരുകളിൽ വർണ്ണവിസ്മയം തീർത്ത് ആക്രിക്കട കൂട്ടായ്മ. മലപ്പുറം കേന്ദ്രീകരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മയാണ് ആക്രിക്കട. ഈ ആക്രിക്കടയിലെ ആക്രിക്കൂട്ടങ്ങൾ നിസ്സാരക്കാരല്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് പോലും ഉൾപ്പെടെ ആക്രിക്കൂട്ടം നമ്മെ വിസ്മയപ്പെടുത്തുകയാണ്. കോവിഡ് കാലത്തെ വീട്ടിലിരുന്നുള്ള ബോറടി മാറ്റാനാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ അന്നത്തെ സ്കൂൾ വിദ്യാർത്ഥിനി ആദിത്യയും തൃശൂരിലെ അനുവും തെരുവുകളിൽ നിന്ന് കുപ്പിയും മറ്റും പെറുക്കിയെടുത്ത് അവയിൽ വർണ്ണചിത്രങ്ങൾ വരച്ച് നേരം തള്ളി നീക്കിയത്. പിന്നീട് ഈ കുട്ടികൾ തീർത്തത് വർണ്ണവിസ്മയങ്ങളുടെ ആകാശം മുട്ടെ നിലകളുള്ള വലിയൊരു ആക്രിക്കട തന്നെയാണ്. ആദിത്യയും അനുവും അവരുടെ കൂടെ കൂടിയ ആക്രിക്കൂട്ടങ്ങളും ചേർന്നപ്പോൾ ഇന്ന് 350 പേരുള്ള കലാപ്രവർത്തകരുടെ വാട്സപ്പ് കൂട്ടായ്മയായി മാറി ഈ ആക്രിക്കട. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തനം ഏകോപിപ്പിച്ച് 4 വയസ്സ് മുതൽ 74കാരൻ വരെയുള്ളവരുടെ ഈ കൂട്ടായ്മ കുട്ടികളെ വരയ്ക്കാനും പഠിക്കാനും പ്രോത്സാഹിപ്പിച്ച് 20ഓ 25ഓ പേരുള്ള സംഘങ്ങളായി തിരിഞ്ഞ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കുട്ടികളുടെ വിദ്യാലയങ്ങളും അംഗൻവാടികളും കയറി ഇറങ്ങുകയാണ് ഇവർ. കുട്ടികൾക്ക് ചിത്രരചന, എംബോസിംഗ്, ക്ലേ മോഡലിംഗ് എന്നിവ സൗജന്യമായി അഭ്യസിപ്പിക്കുന്നതിന് പുറമെ കുട്ടികളെ പഠനമുറികളിലേക്ക് ആകർഷിക്കും വിധം വിദ്യാലയ ചുമരുകളിൽ വർണ്ണചിത്രങ്ങളാൽ മോടി പിടിപ്പിച്ച് പുതിയ പഠനാനുഭവങ്ങളിലേക്ക് അവരെ വരവേൽക്കുകയാണ് ഈ ആക്രിക്കൂട്ടം. പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി കാട്, നാട്, വിവിധ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിങ്ങനെയുള്ള വർണ്ണചിത്രങ്ങളാണ് എമൽഷൻ ഉപയോഗിച്ച് വരച്ചു വയ്ക്കുന്നത്. തുടർച്ചയായ 2 അവധി ദിനങ്ങൾ ഇവർ ഇതിനായി തെരഞ്ഞെടുക്കും. ദൂരെയെന്നോ അടുത്തെന്നോ നോക്കാതെ പാവപ്പെട്ട കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന വിദ്യാലയങ്ങളാണ് ഇവരുടെ പരിഗണനയിൽ എത്തുക. തളിക്കുളം കൈതക്കൽ SNK LP സ്കൂൾ ചുമരുകളിലാണ് കഴിഞ്ഞ 21, 22 തീയതികളിൽ ഇവർ ആനയും മാനുകളും
ആമയും മുയലും മത്സ്യവും ആപ്പിളും ചിത്രശലഭവും ക്യാരറ്റും ഒക്കെ ചിത്രങ്ങളായി വിരിയിച്ചത്. ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേരെന്ന് പറയുന്നത് ആക്രിക്കട എന്നാണ്. ആക്രിക്കട എന്ന് കേൾക്കുമ്പം നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ ആക്രിക്കട എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ആക്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പാഴ്വസ്തുക്കൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ ആക്രി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. ഇതിൽ ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പം ഇതുമായിട്ട് നിൽക്കുന്ന നമ്മൾ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക. ഇപ്പം ഒരുപാട് കുട്ടികളുണ്ട് ഈ കലയെ പഠിക്കുക, അല്ലെങ്കിൽ അതിനെ അറിയുക, അതിൻ്റെ ഉള്ള മെറ്റീരിയൽസ് വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുമുണ്ട്. അതിനെ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് സഹായിച്ച് ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുവരാമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഏകദേശം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിലുള്ള എല്ലാ കുട്ടികളും ഈ ഒരു കൂട്ടായ്മയിലുണ്ട്. ഇതിൽ പല ഏജിൽപ്പെട്ടവർ, ഇപ്പം കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു കാര്യം തന്നെയാണ്. ഇപ്പം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആർട്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശമാണ് ഈ ഒരു കൂട്ടായ്മ. വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവരാണ് ആക്രിക്കട കൂട്ടായ്മയിൽ ഉള്ളവർ. കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ട ആദിത്യയും അനുവും പാരാമെഡിക്കൽ വിദ്യാർത്ഥികളാണ്. പഠനത്തിരക്കിനാൽ ഇരുവർക്കും തളിക്കുളത്തെ ക്യാമ്പിൽ എത്തിപ്പെടാനായില്ല. പെരിന്തൽമണ്ണയിലെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ശ്രീനി കാവിൽ, സുന്ദർ കൊല്ലം ഉൾപ്പെടെ പട്ടാമ്പിയിലെ KGCE വിദ്യാർത്ഥിനി നന്ദനയും, പെരിങ്ങാവ് AUP സ്കൂൾ അധ്യാപകൻ, കോഴിക്കോട്ട് രാമനാട്ടുകര സ്വദേശി അബിലാൽ, തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയും ഫാമിംഗ് തൊഴിലാളിയുമായ കാർത്തിക, പാലക്കാട്ടെ ഡിഗ്രി വിദ്യാർത്ഥിനി വിസ്മയ ഉൾപ്പെടെയുള്ള 20 പേരാണ് ശനി ഞായർ ദിവസങ്ങളായി തളിക്കുളത്ത് ക്യാമ്പ് ചെയ്ത് പ്രതിഫലം പറ്റാതെ ചിത്രങ്ങൾ വരച്ച് അവർക്ക് പരിചിതരല്ലാത്ത നാട്ടുകാർക്ക് സമർപ്പിച്ച് മടങ്ങിയത്. ചിത്രരചന വർഷങ്ങളായി തുടരുന്നവരും തുടക്കക്കാരും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവരെക്കുറിച്ച് കേട്ടറിഞ്ഞ സ്കൂൾ അധികൃതർ ബന്ധപ്പെട്ടതിനെ തുടർന്ന് എത്തിയവർക്ക് താമസ സൗകര്യവും വരയ്ക്കാനുള്ള പെയിന്റിംഗ് മാത്രമാണ് സ്കൂളിൽ നിന്ന് ലഭ്യമാക്കേണ്ടി വന്നത്. ഞങ്ങളുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നാണ് ഞങ്ങൾ ഇതിന് തുടക്കമിട്ടത്. അപ്പോൾ ഇങ്ങനെ ആക്രിക്കട എന്നുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ അവർ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രമാണിച്ച് SNKLP സ്കൂളിൻ്റെ 100ാം വാർഷികം പ്രമാണിച്ചാണ് ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് അങ്ങനെ ആക്രിക്കട എന്ന പേരുള്ള ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പാണ് ചെയ്തിട്ടുള്ളത്. യാതൊരുവിധ ചാർജും ഈടാക്കാതെ ഇവർ ചിത്രങ്ങൾ വരച്ചു പോകുമ്പോൾ കുട്ടികൾക്ക് കൗതുക കാഴ്ചകൾക്ക് പുറമെ നാടിന് നന്മയുടെ വലിയ കലാസന്ദേശം കൂടിയാണ് നൽകുന്നത്. ഭാരവാഹികളായ സെക്രട്ടറി സുന്ദർ കൊല്ലം, പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പാലക്കാട്, ട്രഷറർ രാജേഷ് മാഹി, ജോയിന്റ് സെക്രട്ടറി രബിത്ത് പരപ്പനങ്ങാടി എന്നിവരാണ് ആക്രിക്കട കൂട്ടായ്മയിലെ ആക്രിക്കൂട്ടങ്ങളെ നയിച്ച് മുന്നോട്ടു പോകുന്നത്. ആലപ്പാട് സെന്ററിൽ കിസാൻ സഭ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കർഷക രോക്ഷാഗ്നി AIKS ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. VR മോഹൻദാസ് അധ്യക്ഷനായി. PT സണ്ണി ജില്ലാ പ്രസിഡന്റ് MB സുരേഷ്, CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, ബാബു വിജയകുമാർ, TP ഷാജി, PK ഹരിലാൽ, പ്രകാശൻ കാരാട്ടുപറമ്പിൽ, സീന കണ്ണൻ, വിനു പട്ടാലി, പ്രദീപ് അന്തിക്കാട്, കുട്ടൻ നായർ, PK ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്രത്തിനെതിരെ ഉയരുന്നു, മോദിക്കെതിരെ ഉയരുന്നു, കേരളത്തിലെ കർഷകരുടെ ഉയരുന്നു. കേണൽ EV കൃഷ്ണൻ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. ഡൽഹിയിൽ നടന്ന 1982 ഏഷ്യാഡിന്റെ മുഖ്യ കോർഡിനേറ്ററും ഏങ്ങണ്ടിയൂരിലെ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുമംഗലം UP സ്കൂൾ കേന്ദ്രങ്ങളായി രൂപീകരിച്ച നന്മ ലേണിംഗ് സെന്ററിന്റെ മുഖ്യ രക്ഷാധികാരിയും ആയിരുന്നു ഇദ്ദേഹം. അനുസ്മരണ സദസ്സ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇർഷാദ് ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. BLS പ്രസിഡന്റ് OK പ്രൈസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. BLS സെക്രട്ടറി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. BK സുദർശൻ, സുബൈർ വലിയകത്ത്, അരവിന്ദൻ പണിക്കശ്ശേരി, തമ്പി കളത്തിൽ, പുന്നപ്പുള്ളി ജയരാജൻ, കുമാരൻ പനച്ചിക്കൽ എന്നിവർ സംസാരിച്ചു. ബോൾഡായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്തുള്ള വ്യക്തി എന്നതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു എന്നുള്ളതിനപ്പുറം കൃഷ്ണേട്ടൻ്റെ ഒരു ചെറിയ ഒരു കുട്ടികളുടെ ഒരു മനസ്സ് ഇത്രയൊക്കെ വലിയ പൊസിഷനിലാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്ന രാജീവ് ഗാന്ധിയും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും ഒക്കെ ഏറ്റവും അടുത്ത്
പെരുമാറിയൊന്നൊരു വ്യക്തിത്വം ആയിട്ട് പോലും കൃഷ്ണേട്ടനായിട്ട് സംസാരിക്കുമ്പോൾ ആ കുട്ടികളുടെ ഒരു മനസ്സ് എപ്പോഴും അദ്ദേഹം കാത്തു സൂക്ഷിക്കാറുണ്ട്. അനിമാഷോടെ സൂചിപ്പിച്ചു, വിദ്യാർത്ഥികളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. തീർത്തും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മുടെ ശ്രീനാരായണ UP സ്കൂളിൽ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ നമ്മുടെ അങ്ങണ്ടിയൂരിലെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം സൈന്യത്തിലൊക്കെ ചേർന്ന് ഒരുപാട് വലിയ മേഖലകളിൽ ഒരുപാട് വലിയ പൊസിഷനിലൊക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. കണ്ടശങ്കടവ് വെണ്ണക്കൽ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, അഞ്ജനമണി നാഗത്തിന് കളം എന്നിവ നടത്തി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കരുനാഗത്തിന് കളം, അത്താഴപൂജ, ഭൂതകളം, എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ ഉഷപൂജ, തുടർന്ന് മുത്തപ്പനും ഉപമുത്തപ്പന്മാർക്കും രൂപക്കളം, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധന, തുടർന്ന് വീരഭദ്രസ്വാമിക്ക് രൂപക്കളം, അത്താഴപൂജ എന്നിവയുമുണ്ടായി. തിങ്കളാഴ്ച രാവിലെ ഉഷപൂജ, കരിങ്കുട്ടി സ്വാമിക്ക് രൂപക്കളം, ഉച്ചപൂജ, വൈകിട്ട് ഹനുമാൻ സ്വാമിക്ക് രൂപക്കളവും നടത്തി. ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, തുടർന്ന് വിഷ്ണുമായ സ്വാമിക്ക് കളം, പുലർച്ചെ എഴുന്നള്ളിപ്പ്, പാന, കനലാട്ടം എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം ചടങ്ങുകൾക്ക് തന്ത്രി ഉണ്ണികൃഷ്ണൻ ചെമ്പോലപ്പുറത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇനി ഇടവേള. തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ അതിപുരാതനമായ ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികളിൽ. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്.
ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. സമേതം പദ്ധതിയുടെ ഭാഗമായി കരയാമ്പട്ടം UP സ്കൂളിൽ കുട്ടികളുടെ ചലച്ചിത്രശാല സംഘടിപ്പിച്ചു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമേഷ് പാണാട്ടിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ കണ്ണൻ പള്ളിത്തറ, പ്രധാനാധ്യാപിക സിന്ധു, പ്രത്യൂഷ്, നോഫ്, BRC കോർഡിനേറ്റർ ബനേഷ് എന്നിവർ സംസാരിച്ചു. ആക്ടിംഗ് കോച്ച് സലീഷ് പത്മിനി സുബ്രഹ്മണ്യം ക്ലാസ് നയിച്ചു. പല്ലൊട്ടി കുട്ടികളുടെ മലയാള ചലച്ചിത്രം പ്രദർശിപ്പിക്കുകയും സിനിമാ ക്വിസ് നടത്തുകയും ചെയ്തു. BVUPS പള്ളിപ്പുറം, GFLPS പള്ളിപ്പുറം, SUPS എടമുട്ടം, UPS കരയാമുട്ടം സ്കൂളിലെ വിദ്യാർത്ഥികൾ ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുത്തു. തളിക്കുളം BRCയിലെ BPC TV ചിത്രകുമാർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇനി സാധ്യതകളാണ് ഉപയോഗിക്കുന്നത്. ഒരു പുതിയ ശാസ്ത്ര സാങ്കേതിക വരുമ്പോൾ നമുക്ക് അതിൻ്റെ നെഗറ്റീവിനെ കുറിച്ച് സംസാരിക്കല്ലേ വേണ്ടേ, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, നമ്മുടെ പഠനരംഗത്ത് എന്തൊക്കെയാണ്. അപ്പോൾ ടീച്ചർമാരൊക്കെ എന്താ ചെയ്യുന്നത്, ടീച്ചർമാർക്ക് ഭയങ്കര സുഖപ്പോ ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ അയോട് പറഞ്ഞാൽ മതി അല്ലേ, ഒരു പാരഗ്രാഫ് കൊടുത്ത് അല്ലെ പറഞ്ഞാൽ മതി, ഇന്ന പാഠഭാഗത്തിൽ എനിക്കൊരു 50 ചോദ്യം 50 ഉത്തരം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്ത് നമുക്ക് നമ്മുടെ മൊബൈലിൽ അതിന് ചോദ്യം ഉത്തരം കിട്ടും അല്ലേ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞിരും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചോദ്യം കിട്ടും. അപ്പോൾ എന്തിനും എതിരും നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയൊരു മൊബൈൽ ഉപയോഗിക്കും അല്ലേ. നമ്മളെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല കേട്ടോ. സ്വകാര്യത വേണ്ട, അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനൊക്കെ കാണുന്ന രീതിയിലുള്ള മൊബൈൽ ഉപയോഗം മതി, അതാണ് നല്ലത്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി കയ്പമംഗലം കാക്കാത്തിരുത്തി കടവിലെ ബോട്ട് ജെട്ടി നിർമ്മാണം എങ്ങും എത്തിയില്ല. പൈലിംഗ് നടത്തി തൂണുകൾക്ക് കോൺക്രീറ്റ് ഇട്ടതല്ലാതെ മറ്റൊന്നും ഇതുവരെ നടന്നിട്ടില്ല. 1.5 വർഷം മുമ്പാണ് ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം ആരംഭിച്ചത്. പെരിഞ്ഞനം, കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കാത്തിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മാണം തുടങ്ങിയത്. 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ബോട്ട് ജെട്ടിയാണ് വിഭാവനം ചെയ്തിരുന്നത്.
ഇതോട് ചേർന്ന് 40 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കും. ഇതിനായി 90 ലക്ഷം രൂപയും വകയിരുത്തിയിരുന്നു. ഇറിഗേഷൻ വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു കരാർ. എന്നാൽ 1.5 വർഷം പിന്നിട്ടിട്ടും ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. നിർമ്മാണത്തിന് ഉപയോഗിച്ച ഇരുമ്പ് സാമഗ്രികളും ബോട്ട് ജെട്ടിയുടെ അടിത്തറയിൽ ഉപയോഗിക്കുന്ന കമ്പികളും വെള്ളത്തിൽ കിടന്നും തുരുമ്പെടുത്തും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കരാറുകാരന്റെ നിസ്സഹകരണമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമായി ഉദ്യോഗസ്ഥരുടെ ന്യായം. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി തൃപ്പയാർ, ഏനാമാവ് എന്നിവിടങ്ങളിലെ ബോട്ട് ജെട്ടി നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. പെരിഞ്ഞനത്ത് ബാങ്കിനുള്ളിൽ കയറിക്കൂടിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണപ്പറമ്പ് ബ്രാഞ്ചിന്റെ സ്ട്രോങ് റൂമിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. മുറിക്കകത്ത് ശബ്ദം കേട്ട് ജീവനക്കാർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. ചാലക്കുടി ഫോറസ്റ്റിലെ RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ ഫോറസ്റ്റിന് കൈമാറും. മണലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് കേരള വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞാണി യൂണിറ്റ് സ്വീകരണം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് കേരള വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞാണി യൂണിറ്റ് സ്വീകരണം നൽകി. യൂണിറ്റിന്റെ സമിതി ഓഫീസിൽ നടത്തിയ ആദരവ് യോഗം സമിതി മണലൂർ ഏരിയ സെക്രട്ടറി KL ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PD ജയശങ്കർ അധ്യക്ഷനായി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, KV ഡേവിസ്, CB സുധർമ്മൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സജിനി മണികണ്ഠൻ, ജയചന്ദ്രൻ, പ്രേമരാജൻ മാങ്ങാട്ടുകര, KA ഷനൂബ്, KS സുഗതൻ, KP അനിൽകുമാർ, KK ദിനേശൻ, MJ സണ്ണി എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി സെന്ററിലെ ഗതാഗത കുരുക്കഴിക്കാൻ അടിയന്തര നടപടി വേണമെന്നും അതിനാവശ്യമായ ഇടപെടൽ പഞ്ചായത്ത് ഭരണസമിതി നടത്തണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് കിഴക്കുമുറി ബ്രാഞ്ചിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സഹകരണ പ്രസ്ഥാനം നമ്മളെല്ലാം അഭിമാനത്തോടു കൂടി പറയുന്നൊരു മേഖലയാണ്. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ എടുത്തു പറയുമ്പോൾ ആ രംഗത്തെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മേഖലയാണ്. ഇന്ത്യയിൽ തന്നെ സഹകരണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ സംസ്ഥാനമാണ്. നമുക്കറിയാം, ആദ്യകാലത്ത് പാവപ്പെട്ട കർഷകരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. പിന്നീട് അത് വളർന്ന് നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന മഹാസാമ്പത്തിക പ്രസ്ഥാനമായി മാറി. ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ എടുത്തു പറയാൻ കഴിയുന്ന വലിയൊരു സാമ്പത്തിക മേഖലയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. ആ സഹകരണ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ നല്ലപോലെ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ബാങ്കുകളിലെ പ്രവർത്തനം അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടലും നമ്മുടെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നു. സഹകരണ പ്രസ്ഥാനത്തെ കൂടുതൽ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമ്മുടെ എല്ലാ വിഭാഗം ആളുകളിലും ഉണ്ടാകേണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് എല്ലാവരും ചേർന്നുകൊണ്ടാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത്. ബാങ്ക് പ്രസിഡന്റ് രാമചന്ദ്രൻ കരാട്ടുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA KV അബ്ദുൽ ഖാദർ മുൻ പ്രസിഡന്റുമാരെ ആദരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ പ്രതിഭകളെ ആദരിച്ചു. ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് NV ഉദയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുരേഷ്, വാർഡ് മെമ്പർ അജിത മോഹൻ, ജൂബി T കുര്യാക്കോസ്, AR രാമചന്ദ്രൻ, K ഈശൻ, പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സിബിൻ C ബാബു, പെരിങ്ങോട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി, തൃശൂർ താലൂക്ക് ചെത്ത് തൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘം പ്രസിഡന്റ് CR മുരളീധരൻ, KK അനിൽ, MB ബിന്ദ്യ, AS ദിനകരൻ, MK ശിവരാമൻ, പ്രതിനിധി ആൻഡോ തൊറയൻ, സുഗേന്ദു സെൻ, രാജൻ ബാബു കരാട്ടുപറമ്പിൽ, മുൻ ബാങ്ക് സെക്രട്ടറി KV ഉണ്ണികൃഷ്ണൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ഷിനോയ്, ബാങ്ക് ഡയറക്ടർ AK രാജൻ എന്നിവർ സംസാരിച്ചു. ക്രിസ്തുമസ് പുതുവത്സരത്തിനെ വരവേൽക്കാൻ തൃപ്പയാർ കൽപ്പക വെഡ്ഡിംഗ്സ് ഏർപ്പെടുത്തിയിരുന്ന ഫെസ്റ്റീവ് ധമാക്കയിൽ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നേടിയവർക്കുള്ള സമ്മാന വിതരണം നടന്നു. ഒന്നാം സമ്മാനമായ
55 ഇഞ്ച് സ്മാർട്ട് TV കയ്പമംഗലം സ്വദേശിയായ അരുഷി NS, രണ്ടാം സമ്മാനമായ റെഫ്രിജറേറ്റർ എടമുട്ടം സ്വദേശിയായ ബീത MB, മൂന്നാം സമ്മാനമായ ഓവൻ ഒരുമനയൂർ സ്വദേശിയായ രാജേഷ് M എന്നിവർ ഏറ്റുവാങ്ങി. തുടർന്ന് 4 മുതൽ 11 വരെയുള്ള സമ്മാനങ്ങൾ സമ്മാനാർഹർ ഏറ്റുവാങ്ങി. കൽപ്പക വെഡിങ്സിന്റെ 40ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ ജാതി മതസ്ഥരുടെയും ആഘോഷങ്ങളായ റംസാൻ, വിഷു, ഈസ്റ്റർ എന്നിവ ഒരുമിച്ച് വരുന്ന ഈ ഘട്ടത്തിൽ ഒന്നിച്ച ആഘോഷം ഒപ്പം സമ്മാനം എന്ന ആഘോഷ പരിപാടികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 23-ാം തീയതി മുതൽ ഏപ്രിൽ 30-ാം തീയതി വരെയുള്ള ഓരോ 1000 രൂപയുടെ പർച്ചേസിലും ഓരോ ലക്കി ഡ്രോ കൂപ്പൺ വിതരണം ചെയ്യുന്നതായിരിക്കും. മെയ് 3-ന് നടക്കുന്ന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി സ്കൂട്ടറും, രണ്ടാം സമ്മാനമായി റെഫ്രിജറേറ്ററും, മൂന്നാം സമ്മാനമായി സ്മാർട്ട് TVയും കൂടാതെ എല്ലാ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ നിരവധി ഗൃഹോപകരണങ്ങളും സമ്മാനമായി നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഇക്കാലമത്രയും കൽപ്പക വെഡ്ഡിങ്സിനോട് സഹകരിച്ച എല്ലാ നല്ലവരായ കസ്റ്റമേഴ്സിനോടുള്ള നന്ദിയും കൃതജ്ഞതയും മാനേജ്മെന്റിന് വേണ്ടി പാർട്ട്ണർമാരായ ജയൻ, EP, പ്രീതിമോൻ, മാനേജർമാരായ അസീം, സുപ്രഭ എന്നിവർ അറിയിച്ചു. എല്ലാവരും ചോദിക്കും, ഇത് കിട്ടോ കൊടുക്കോ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടാണ് എല്ലാവർക്കും അപ്പോൾ. അപ്പോൾ അത് അസുഖം പറയാൻ പ്രത്യേകിച്ച് പറയണം. നമ്മൾ സ്ഥിരമായി കൊടുക്കുന്നതാണ്. ഒരു സമ്മാനം പോലും നമ്മൾ ബാക്കി വയ്ക്കാറില്ല. ഈ സമ്മാനം കൊടുക്കാനായിട്ട് എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അവരുടെ ഫോൺ നമ്പർ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ അത്രയും തവണ ഞങ്ങൾ വിളിച്ച് എങ്ങനെ മാക്സിമം കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. കറക്റ്റായിട്ട് നറുക്കെടുപ്പ് നടത്തും. കറക്റ്റായിട്ട് സമ്മാനം കൊടുത്തിരിക്കും. കൽപ്പ പറഞ്ഞുള്ള ഒരു സമ്മാനങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ 1.5 കോടിയുടെ പദ്ധതി. വിദ്യാലയ ചുമരുകളിൽ വർണ്ണവിസ്മയം തീർത്ത് ആക്രിക്കട കൂട്ടായ്മ. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി കയ്പമംഗലം കാക്കാത്തിരുത്തി കടവിലെ ബോട്ട് ജെട്ടി നിർമ്മാണം എങ്ങും എത്തിയില്ല. നിർമ്മാണ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിച്ച നിലയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.